എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. അങ്ങനെ ഓണം നമ്മുടെ പടിവാതിൽ പുറത്ത് എത്തിക്കഴിഞ്ഞു. എല്ലാ മലയാളികളും ഓണത്തെ വരവേൽക്കാൻ റെഡിയായിട്ടിരിക്കുകയാണ്, തയ്യാറായിട്ടിരിക്കുകയാണ്. ഓണം എന്ന് പറയുന്നത് സത്യത്തിൽ ഏതൊരു മലയാളിക്കും, അത് എവിടെയും ആകട്ടെ ആ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രത്യേക വികാരം തന്നെയാണ്. അതൊരു വെറുമൊരു ആഘോഷമല്ല. മുതിർന്ന തലമുറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഓണം എന്ന് പറയുന്നത് അവരുടെ ഗൃഹാതുരത്വം മുറ്റി നിൽക്കുന്ന ബാല്യകാല സ്മരണകളിലേക്ക് അവർ കൊണ്ടുപോകുന്ന ഒരു ആഘോഷമാണ്. അതുപോലെ തന്നെ യുവതലമുറയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കതൊരു ഒത്തുകൂടലിൻ്റെ ഒരു ആഘോഷമാണ്. അത് വളരെ നല്ലതാണ്, വളരെ നല്ലൊരു കാര്യമാണ്. അവർക്ക് ആചാരാനുഷ്ഠാനങ്ങളൊന്നും അറിഞ്ഞെന്ന് വരില്ല എങ്കിൽ പോലും അവർക്ക് ഓണം എന്ന് പറയുന്നത് ഒത്തുകൂടലിൻ്റെ ഒന്നിച്ചാകുന്നതിൻ്റെ ഒരു സന്തോഷം തന്നെയാണ് അവർക്കുള്ളത്. അവർ സമൂഹ മാധ്യമങ്ങളിൽ കൂടിയും ഓണം കാണുന്നു, കേൾക്കുന്നു, രസിക്കുന്നു, ആസ്വദിക്കുന്നു, കൂട്ടത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. അതാണ് ഇതിൻ്റെ വലിയൊരു കാര്യം. പിന്നെ മഹാനഗരങ്ങളിലല്ല, ഏത് നഗരത്തിലായിക്കോട്ടെ, നമ്മുടെ സംസ്ഥാനത്തിൽ നിന്ന്, കേരള സംസ്ഥാനത്തിൽ നിന്ന് പുറത്ത് കിടക്കുന്ന ഏതൊരു മലയാളിയും ഓണം ആഘോഷിക്കുന്നത് അവിടുത്തെ നാട്ടുകാരെ കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ചെന്നൈ മഹാനഗരത്തിലും അങ്ങനെ തന്നെയാണ്. പിന്നെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, നാനാത്വത്തിൽ ഏകത്വം എന്നതിലുപരി മഹാബലി തമ്പുരാനെ വരവേൽക്കുക ഒരു ആഘോഷം എന്നതിലുപരി, കൊയ്ത്തുത്സവം എന്നതിലുപരി ഇത് നമ്മൾ കൊടുക്കുക അല്ലാതെ എടുക്കുകയല്ല ചെയ്യേണ്ടത്, പ്രകൃതിയിൽ നിന്നോ മറ്റു മനുഷ്യരിൽ നിന്നോ എന്നുള്ള തത്വം കൂടിയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും മഹാബലിയെ പോലെ തന്നെ പ്രവാസികളായി കേരളത്തിന് പുറത്ത് താമസിക്കുന്ന, ചെന്നൈ നഗരത്തിൽ കഴിയുന്ന ഏതാനും വ്യത്യസ്ത വയസ്സിൽപ്പെട്ടവരാണ്, വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടി കടന്നു വന്നവരാണ്, വ്യത്യസ്ത തൊഴിലുകൾ ചെയ്യുന്നവരാണ്. അത്തരത്തിലുള്ള 6 അതിഥികളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് അവരോട് അവരുടെ ഓണത്തെക്കുറിച്ചുള്ള ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പങ്കുവയ്ക്കാം. ശ്രീ NR പണിക്കർ, എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, താങ്കൾ ചെന്നൈയിലെ ഒരു സാംസ്കാരിക ഒരു സ്ഥാപനത്തിൻ്റെ ഒരു നേതൃസ്ഥാനീയനാണ്. അതും സാംസ്കാരിക സ്ഥാപനം അല്ലെങ്കിൽ സാംസ്കാരിക സംഘടന എന്ന് പറയുന്ന ഈ മലയാളി കൂട്ടായ്മ ഏറ്റവും പഴക്കമുള്ളതും വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു കൂട്ടായ്മ തന്നെയാണ്. അത്തരത്തിൽ നേതൃസ്ഥാനീയൻ, സ്വന്തമായി ഒരു കമ്പനി തുടങ്ങി വെച്ച ഒരു പ്രവാസിയാണെങ്കിലും നാടിനെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് നാടുമായി വളരെ അടുത്ത ബന്ധം പുലർത്തി വരുന്ന ഒരു മലയാളി, ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഓണത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ തമിഴ്നാട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 45 വർഷമായി. ശരിക്കും തമിഴ്നാടാണ് എൻ്റെ സ്വന്തം നാട് എന്ന് പറയാം. എന്താണ് ഈ ഓണം ഇത്ര സ്പെഷ്യലാകുന്നത്? മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇപ്പോൾ പറഞ്ഞ പോലെ ഞാനൊരു സംരംഭകനാണെങ്കിലും ഓണാഘോഷത്തിന് മുതലാളിയില്ല, തൊഴിലാളിയില്ല, എല്ലാവരും ഈക്വലാണ്. അതുകൊണ്ടാണ് ഈ ഓണാഘോഷം ഇത്ര വിപുലമായിട്ട് എല്ലാ ആൾക്കാരും ആഘോഷിക്കുന്നത്. നമ്മൾക്ക് പുലികളി, പൂക്കളം, കൈകൊട്ടിക്കളി, അതുപോലെ തന്നെ 10 നാൾ നിൽക്കുന്ന ഓണസദ്യ എല്ലാം വളരെ വിപുലമായിട്ട് തമിഴ്നാട്ടിൽ ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രത്യേക കാരണം, തമിഴ്നാട്ടിൽ ഇത് മലയാളികളുടെ മാത്രം ഉത്സവമല്ല, ഇത് എല്ലാ ജാതി മതസ്ഥരുടെയും തമിഴ്നാട്ടുകാരുടെയും ചെന്നൈ താമസിക്കുന്ന എല്ലാത്തരം നോർത്ത് ഇന്ത്യൻ ആൾക്കാരുടെയും എല്ലാം ഒരു ഉത്സവമായി ഇത് മാറിയിരിക്കുകയാണ്. അതിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ ജനിച്ചു വളർന്നപ്പോൾ അവിടുത്തെ പാരമ്പര്യവും അവിടെ കണ്ടു വളർന്ന ചില പൊതുവായ ചില ഓണാഘോഷ പരിപാടികളും ഇവിടെയും ആഘോഷിക്കുന്നു. ഇതിലെനിക്ക് വളരെ, ചെന്നൈയിൽ താമസിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. വെച്ചാൽ ഇവിടെ എല്ലാ ആഘോഷങ്ങൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നു. അതാണ് ഓണത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ കൂടെ ഒരു 8.5 പതിറ്റാണ്ടുകൾക്കും മേലെയുള്ള ഒരു ജീവിത പരിചയം, അതുപോലെ അത്രയും ഓണം ഉണ്ടും കണ്ടും അനുഭവിച്ചും ഉള്ള ഒരു വ്യക്തി കൂടിയുണ്ട്. ശ്രീദേവി ഉണ്ണിത്താൻ എന്നാണ് പേര്. ശ്രീദേവി ചേച്ചി എന്നാണ് നമ്മൾ പൊതുവെ വിളിക്കാറുള്ളത്.
ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓണങ്ങൾ കണ്ടു കഴിഞ്ഞു അല്ലേ? ഒരുപാട് മറുനാട്ടിലായിട്ട് തന്നെ ഇപ്പോൾ ഒരു 60 വർഷങ്ങൾക്ക് മേലെ ആയിട്ടുണ്ടാവണം. അപ്പം എങ്ങനെയാണ് നാട്ടിലെ ഓണവും മറുനാട്ടിലെ ഓണവുമായിട്ട് എന്ത് വ്യത്യാസങ്ങളൊക്കെയാണ് കാണുന്നത്? ഞാൻ 89 വയസ്സ് ആണ് എനിക്ക്. അത്രയും നാൾ ജീവിച്ച എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിക്കാലം മുതലുള്ള ഓണത്തിൻ്റെ ഇന്ന് നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ഓണവും തമ്മിലുള്ള വ്യത്യാസം വളരെയധികം കണ്ട ആളാണ് ഞാൻ. ഒന്നും ഇലക്ട്രിസിറ്റിയും വാട്ടറും ഒന്നും TV-യോ ഫോണോ ഒന്നുമില്ലാത്ത ഒരു കാലത്ത് ജീവിച്ച ആൾ ഇന്ന് എവിടെ വന്ന് നിൽക്കുന്നു എന്ന് ആലോചിക്കുമ്പം ഒരു സ്വിച്ച് ഇട്ടാലെല്ലാം സാധിക്കാത്തക്കോണമുള്ള ഒരു മോഡേൺ ലോകത്ത് വന്ന് നിൽക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ടായ വ്യത്യാസം എന്നെപ്പോലെ കണ്ടിട്ടുള്ളവർ ഇന്ന് വളരെ ചുരുക്കമായിരിക്കും. ഓണം അന്ന് മുതൽ തന്നെ വളരെ ആഘോഷം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് വീടുകളിൽ മാത്രം ആഘോഷിച്ചു കൊണ്ടിരുന്ന ഓണം ഇന്ന് സംഘടനകളും ക്ലബ്ബുകളും അതെല്ലാം ആഘോഷിച്ച് അത് ഒരു അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ആഗോളതലത്തിൽ എത്തി നിൽക്കുകയാണ്. ലോകം മുഴുവനും ഓണം ആഘോഷിക്കുകയാണ്. ക്രിസ്തുമസ് പോലെ ഓണം ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലായിക്കഴിഞ്ഞു. ഇതിൻ്റെ ഇത്രയും ചേഞ്ച് വന്നത് കേട്ടാലും ഓണം ഇപ്പം നമുക്ക് ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഓണവും വളരെ കേമമായിട്ട് വന്ന് ആഘോഷിച്ച് പോന്നു. പക്ഷേ എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനെയല്ല. അവിടെ ആഘോഷങ്ങളൊന്നും വളരെ 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 ചുരുക്കമാണ്. അമ്പലങ്ങളിലെ ഉത്സവങ്ങളോ ഓണമോ കല്യാണമോ ഇതൊക്കെ ഉള്ളൂ നാട്ടിൽ. അപ്പോൾ ഒരു വർഷം വേഴാമ്പലിനെ പോലെ മഴയ്ക്ക് കാത്തിരിക്കുന്ന പോലെ കാത്തിരുന്ന് വരുന്ന ഓണമാണ്. അതിൻ്റെ മാധുര്യം, അതിൻ്റെ ഒരു സാംസ്കാരികമായിട്ടും റിലീജിയസായിട്ടും അതിനുള്ള ഒരു പവിത്രത ഇന്നത്തെ ഓണത്തിനില്ലെങ്കിലും ഓണം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിലെനിക്ക് വളരെ സന്തോഷമുണ്ട്. ഓണം ഇനിയും വരും കാലങ്ങളിൽ ഇത് വളർന്നുകൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. തീർച്ചയായിട്ടും ശ്രീദേവി ചേച്ചി കൊതിച്ച് കിട്ടുന്നതിന് എന്തായാലും അതിന് ഭംഗി കൂടും, സ്വാദ് കൂടും, രസം കൂടും. ശ്രീദേവി ചേച്ചിയുടെ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഈ ഓണക്കോടികളുടെ കാര്യം പറയാം. ഇപ്പോഴൊക്കെ കുട്ടികൾക്ക് ധാരാളമായിട്ട് ഓണക്കോടികൾ എന്നല്ല വസ്ത്രങ്ങൾ കെട്ടി വരുന്ന ഒരു കാലമാണ്. ശ്രീദേവി ചേച്ചിയുടെ കാലത്തൊക്കെ ഓണക്കോടികൾ ആ ഒരു കാലത്ത് മാത്രം കിട്ടുന്ന തരത്തിലുള്ള സമ്മാനങ്ങളായിരുന്നല്ലോ അല്ലേ? അയ്യോ, ഓണക്കോടിക്ക് ഒരു മാസം മുമ്പ് തൊട്ടേ ഓണക്കോടിയെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ട് വളരെ വളരെ പരിമിതമായിട്ടുള്ള വസ്ത്രങ്ങളെ അന്നുണ്ടായിരുന്നുള്ളൂ. ആവശ്യത്തിന് മാത്രം, സൗകര്യമുള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഇങ്ങനെ ഇന്നത്തെ പോലെ വസ്ത്രം വാങ്ങി കൂട്ടുന്ന ഒരു കാര്യവും അന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓണത്തിന് കല്യാണത്തിനൊക്കെയാണ് പുതിയ വസ്ത്രങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഓണം വരുമ്പോഴത്തേക്ക് ഓണക്കോടിക്കുള്ള ഒരു കാത്തിരിപ്പും അതിൻ്റെ ഒരു ആഹ്ലാദവും അത് കഴിഞ്ഞ് അത് സ്കൂളിൽ കൊണ്ട് പ്രദർശിപ്പിക്കുന്നതിൻ്റെ ഒരു ആവേശവും ഒക്കെ അത് പറഞ്ഞറിയിക്കാൻ ഇപ്പോൾ പറ്റത്തില്ല. അത്രമാത്രം അതാണ്. പിന്നെ ഓണം അത്തത്തിൻ്റെ അന്ന് ഊഞ്ഞാലിടും. ആ ഊഞ്ഞാലിടുന്ന ഓണത്തിനിടുന്ന വലിയ ഊഞ്ഞാലാണ്. ആ ഊഞ്ഞാലിട്ട് കഴിഞ്ഞാൽ എൻ്റെ അപ്പൂപ്പൻ ആദ്യം ആ ഊഞ്ഞാലിൻ്റെ ബലം പരിശോധിക്കും. വന്നിരുന്ന അപ്പൂപ്പനാണ് ആദ്യം ആടുന്നത്. അപ്പൂപ്പൻ മാവേലി നാടുവാണ് ഇടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആ പാട്ട് പാടിയാണ് അപ്പൂപ്പനെ ഊഞ്ഞാലാടുന്നത്. അതൊക്കെ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ പിന്നെ ആ 10 ദിവസം എങ്ങനെ അടിച്ച് തകർത്ത്, വേറെ ഒന്നുമില്ലല്ലോ ആഘോഷിക്കാൻ, വേറെ ഒന്നുമില്ല, ഓണമേ ഉള്ളൂ. ആ ഓണം എത്രത്തോളം അടിച്ചു പൊളിക്കാവോ അങ്ങനത്തെ ഒരു ജീവിതത്തിലാണ് ആ ഓണം കഴിച്ചു കൂട്ടിയത്. പിന്നെ ഓണത്തിനുള്ള വേറെ ഒരു പ്രത്യേകത, ഞങ്ങൾ കൂട്ടുകുടുംബമാണ്. അച്ഛനും അപ്പൂപ്പന്മാരും പിന്നെ ചിറ്റപ്പന്മാരും ഒന്നും ഇരുന്ന് ഉണ്ണുന്നിടത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒന്നും അന്നിരുന്നുണ്ണാറില്ല. ഓണത്തിനൊരു ദിവസമാണ് ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഉണ്ണുന്നത്. അതിൻ്റെ ഒരു ത്രില്ല് ഇപ്പം കൂടെ എൻ്റെ മനസ്സിനകത്ത് അത് ആലോചിക്കുമ്പോൾ ഭയങ്കരമാണ്. അപ്പൂപ്പനും അച്ഛനും ചിറ്റപ്പന്മാരും അപ്പച്ചിമാരും എല്ലാവരും കൂടി ഇരുന്ന് ഉണ്ണുന്ന ഊണ്, അതിൻ്റെ ഒരു മാധുര്യം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ശ്രീദേവി ചേച്ചി ഞങ്ങളെ ശരിക്കും നാട്ടിൻപുറത്തെ ഓണത്തിലേക്കൊക്കെ കൊണ്ടുപോയി. ആ സ്മരണകൾക്ക് തന്നെ എന്തൊരു മധുരമാണ്.
ഓണം എന്ന് പറയുമ്പോൾ അതിൽ പ്രകൃതിയുമായിട്ട് ഇണങ്ങിയിട്ടുള്ള ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ നമുക്ക് ഉണ്ടെന്നുള്ളത് അറിയാം. കാരണം പ്രകൃതിയെ ആരാധിക്കുകയും അതുപോലെ തന്നെ പ്രകൃതിയെ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ, ഒരു ഉത്സവം തന്നെയാണ് ഓണം. ഇവിടെ നമുക്ക് വള്ളുവനാടൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു വ്യക്തി നമ്മുടെ ഇവിടെ അതിഥിയായി വന്നിട്ടുണ്ട്, ശ്രീ പ്രകാശ് വാസുദേവൻ. പ്രകാശിനോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, വള്ളുവനാടൻ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുമ്പോൾ അവിടുത്തേതായ തനതായ ചില നാടൻ കലകളെക്കുറിച്ച് നല്ല ബോധ്യം ഉണ്ടാവുമല്ലോ അല്ലേ? അതിലേറ്റവും അധികം മനസ്സിനെ ആകർഷിച്ച കല, നാടൻ കല എന്താണ്? ഓണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കല. ഞാൻ ജനിച്ചു വളർന്നത് വള്ളുവനാടൻ പ്രദേശത്താണ്. അതായത് പഴയ തൃശ്ശൂർ ജില്ലയുടെ ഭാഗങ്ങളും പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയൊക്കെ ചേർന്ന് പഴയ വള്ളുവനാടൻ പ്രദേശം. ആ പ്രദേശത്ത് ഓണാഘോഷത്തോടനുബന്ധിച്ചിട്ട് വളരെ വിശേഷമായിട്ട് നടക്കുന്ന ഒരു പരമ്പരാഗത കലയാണ്, ആചാരമാണ് കുമ്മാട്ടിക്കളി. അത് വലിയ വിശേഷമാണ്. കൃഷി കഴിഞ്ഞ് നല്ല കൊയ്ത്തും വിളയും എല്ലാം കിട്ടിക്കഴിഞ്ഞിട്ടുള്ള സന്തോഷം, അതിൻ്റെ ഒരു ആഹ്ലാദം കർഷകർക്കും ആ നാട്ടുകാർക്കുമുണ്ട്. അത് അവർ ആഘോഷിക്കുകയാണ്. അത് ആഘോഷിക്കുമ്പോൾ അത് മഹാബലി വരുന്നതിനോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് ആ കാലഘട്ടം തന്നെ, ആ വിളയും സമൃദ്ധിയായിട്ടുള്ള കൊയ്ത്തും കഴിഞ്ഞ് വിളയും എടുത്ത് അത് ആഘോഷിക്കുമ്പോൾ സമൃദ്ധിയുടെ ഒരു സൂചന അവിടെ, അല്ലെങ്കിൽ സമൃദ്ധിയുടെ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ട്. അപ്പോൾ മഹാബലിയെ വരവേൽക്കുന്നു. ആ സമയത്ത് ഈ കുമ്മാട്ടിക്കളി വളരെ പ്രശസ്തമാണ്. ഈ കർഷകരും നാട്ടുകാരും ചേർന്നിട്ട് കുമ്മാട്ടിക്കളി കളിക്കുമ്പോൾ അവർ ഇതിൽ പ്രകൃതിയുമായി ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കുമ്മി പുല്ല്, ആ പുല്ലാണ് ഇവർ നെയ്തെടുത്തിട്ട് ദേഹത്ത് വസ്ത്രമായിട്ട് ധരിക്കുന്നത്. കൂടാതെ മുഖത്ത് അവർ മുഖംമൂടികൾ വയ്ക്കും. ആ മുഖംമൂടികൾ മറ്റേ പ്ലാവിൽ നിന്നും ശീമക്കൊന്ന മരങ്ങളിൽ നിന്നും വെട്ടിയെടുത്ത് ആകൃതിയിലാക്കി, അത് മിക്കവാറും വിഷ്ണുവിൻ്റെയോ ഹനുമാൻ്റെയോ അല്ലെങ്കിൽ പല ദൈവരൂപങ്ങളുടെയും, കൂടാതെ അതിലൊരു പ്രത്യേകത, ഒരു വൃദ്ധ എപ്പോഴും ഒരു മുൻപന്തിയിൽ നിൽക്കും. ആ വൃദ്ധയുടെ മുഖം അതിൽ കട്ട് ചെയ്തെടുത്ത് അതും മുഖത്ത് വയ്ക്കും. എന്നിട്ട് നൃത്തമാടും. ഈ പുല്ല്, കുമ്മിപ്പുല്ലും ഈ മുഖം മൂടിയും വെച്ച് നടത്തുന്ന നൃത്തത്തിനാണ് കുമ്മിയാട്ടം അല്ലെങ്കിൽ കുമ്മിക്കളി എന്ന് പറയുന്നത്. വളരെ ആഘോഷപൂർവ്വം ഇവർ നൃത്തം വെച്ചിട്ട് ഇവർ വരും. അവർ ഓരോ വീടുകളിൽ സന്ദർശിക്കും. എല്ലാവരും അതിൻ്റെ പുറകിൽ നടക്കും. കാരണം വളരെ രസകരമായിട്ടുള്ള നൃത്ത ചുവടുകളും, കൂടാതെ ഇതിൽ സംഗീതോപകരണങ്ങൾ, ഓണവില്ല് എന്നൊക്കെ പറയുന്ന പഴയ കാലത്തെ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ, സംഗീതോപകരണങ്ങളും അതിൻ്റെ വരുന്ന നാദങ്ങൾ, സംഗീതനാദങ്ങൾ, പിന്നെ പാട്ടുകൾ, നാടൻ പാട്ടുകളാണ്. ഈ പാട്ടുകളൊക്കെ വളരെ വിശേഷമാണ്. എന്താ വെച്ചാൽ എല്ലാ പുരാണങ്ങളെ ആസ്പദമാക്കിയിട്ടും മഹാബലിയെ വരവേൽക്കുന്ന ഇതിനെക്കുറിച്ചും വിശദീകരിച്ചു കൊണ്ടുള്ള, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അലങ്കരിച്ചു കൊണ്ടുള്ള പാട്ടുകളാണ് ഈ നാടൻ പാട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടി വന്ന് ഒരു ആഘോഷം പോലെ വരുമ്പോൾ ഇവരെല്ലാവരെയും സ്വീകരിക്കാൻ വീടുകളിൽ എല്ലാവരും ഇറങ്ങി നിന്ന് ഇവർക്ക് സ്വീകരണം കൊടുക്കും. ഞങ്ങൾ കുട്ടികളൊക്കെ അന്നത്തെ കാലത്ത് വളരെ കൗതുകത്തോടു കൂടി ഇതിൻ്റെ അടുത്ത് പോയി നിന്ന് ഈ കുമ്മാട്ടിക്കളി കണ്ട് ആഘോഷിക്കുകയും കൈയടിക്കുകയും ചെയ്യും. ഇവർക്കൊക്കെ സമ്മാനമായിട്ട് ഓണത്തിൻ്റെ ഭാഗമായിട്ട് നല്ല മറ്റേ വീട്ടിൽ നിന്ന് ഓണക്കോടി, അതുപോലെ അരി, അതുപോലെ പൈസ, ഇതുപോലെയുള്ള സമ്മാനങ്ങളെല്ലാം നൽകും. നേരത്തെ ചേച്ചി പറഞ്ഞ മാതിരി കൊടുക്കുക എന്നുള്ളത് അവിടെ വളരെ സ്പഷ്ടമായിട്ട് തന്നെ വരുന്നൊരു കാര്യമാണ്. എല്ലാവരും വളരെ സന്തോഷപൂർവ്വം അങ്ങോട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ രീതിയിലാണിത്. ഇതിലൊരു ഐതിഹ്യം കൂടിയും ഇരിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് മഹാബലി അസുരദേവനായതുകൊണ്ട് മഹാബലി ശിവനെ വളരെയധികം ആരാധിക്കുകയും ശിവഭക്തനാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐതിഹ്യം കൂടിയും ഇതിൻ്റെ കൂടെ പറഞ്ഞിൽ കേൾക്കാറുണ്ട്. അതായത് ശിവഭൂതങ്ങളെയും ഭൂതഗണങ്ങളെയും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മഹാബലിയെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യാനും ഈ കുമ്മാട്ടിക്കളിക്കൊരു പ്രത്യേകത ഉണ്ട്. അതിലെ പാട്ടുകൾക്കും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഓർമ്മയിൽ ഏറ്റവും അധികമായിട്ട് നിൽക്കുന്നത്. ഇന്നും ഒരവസരം കിട്ടിയാൽ കുമ്മാട്ടിക്കളി കാണാൻ ഞാൻ നാട്ടിലേക്ക് ഓടിയെത്താറുണ്ട്. ഷീജ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂരിൽ എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ എന്നാണ് ചോദിക്കാനുള്ളത്. അവിടെയും പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ വളരെ അടുത്ത് കിടക്കുന്ന പല ആചാരാനുഷ്ഠാനങ്ങളുമുണ്ട്. അതിനെന്തെങ്കിലും ഷീജയ്ക്ക് മനസ്സിലിപ്പോൾ തോന്നുന്നുണ്ടോ?
മീരട്ടി പറഞ്ഞത് വളരെ ശരിയാണ്. പ്രകൃതിയോട് അടങ്ങിക്കിടക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് ഓണം എന്ന് പറയണത്. ഈ കർക്കിടക മാസത്തിലെ മഴയും പഞ്ഞമാസം എന്ന് പറയണ കർക്കിടക മാസം കഴിഞ്ഞിട്ട് പ്രകൃതി തന്നെ ഓണത്തിന് വേണ്ടി ഒരുങ്ങി നിൽക്കണ മാതിരിയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത് അല്ലേ. നിറഞ്ഞു കിടക്കണ വയൽ, കതിരുകൾ നിറഞ്ഞ് കൊയ്യാറായിട്ട് നിറഞ്ഞു കിടക്കണ വയലുകൾ, അതേമാതിരി പൂക്കൾ. ആ മഴക്കാലത്തൊന്നും നമുക്ക് പൂക്കളെ കാണാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ പൂക്കൾ, ഈ പറഞ്ഞ വയലുകൾ എല്ലാം ഒരു നിറഞ്ഞ ഒരു ഉത്സവ പ്രതീതിയാണ് നമ്മുടെ വീട്ടിലൊക്കെ. പിന്നെ ഞങ്ങൾക്ക് വന്നിട്ട് ഈ തൃക്കാക്കരപ്പനെ വെക്കലുണ്ട്. ഈ തൃക്കാക്കരപ്പനെ എങ്ങനെ വെക്കുകയെന്ന് വെച്ചാൽ നമ്മൾ മണ്ണ് കുഴച്ച് നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാവരും കൂടെ അതിനെ, ഇപ്പോൾ ചേച്ചിക്കൊക്കെ അറിയുണ്ടാവില്ലേ അതിൻ്റെ കണക്കുകളൊക്കെ, 3, 5, 7 അങ്ങനെയൊക്കെയല്ലേ വെക്കുക. അതിൻ്റെ കൂടെ ഇടണ തുമ്പക്കുടം എന്ന് പറഞ്ഞ പൂവ്, ആ കാലത്ത് മാത്രം അത് നമ്മുടെ തൊടികളിലൊക്കെ നിറച്ച് കാണാൻ പറ്റണ ഒരു പൂവാണ് ഈ തുമ്പക്കുടം എന്ന് പറയുന്നത്. തുമ്പക്കുടം തുളസിയിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് വീടൊക്കെ ശുദ്ധിയാക്കി, ആ എന്താ പറയുക, തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ തൃക്കാക്കരപ്പനെ വെച്ച് അതിന് അട, പഴം, അതേമാതിരി എന്താ പറയുക, ബാക്ക, അട, അതിന് പേര് തന്നെ ഉണ്ടല്ലോ, പൂവട എന്നാണ് പറയുക ചെയ്യുക. അതിന് പൂവട, പഴമൊക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് നമ്മൾ വീട്ടിലെ കാർന്നവർ അതിനെ പൂജിച്ച്, അതും അതിരാവിലെ എണീറ്റ് പൂജിക്കണം അല്ലേ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 ദിവസം 4 ദിവസം ആ നല്ല ദിവസം നോക്കി ആ തൃക്കാക്കരപ്പനെ നമ്മൾ വീണ്ടും ആ മണ്ണിലേക്ക് തന്നെ ലയിപ്പിക്കുകയാണ് ചെയ്യണത്. അതാണ് നമ്മൾ പറയണത്, പ്രകൃതിയോട് ഇണങ്ങിക്കിടക്കണ ഒരു ഉത്സവമാണ് ശരിക്കും പറഞ്ഞാൽ. പിന്നെ ഈ എന്താ പറയുക, തൃക്കാരപ്പൻ്റെ കൂടെ വെക്കണ ഒരേ ഇതൊക്കെ ഉണ്ട്, അമ്മി, ആട്ടുകല്ല്, മുത്തിയമ്മ, ഇതൊക്കെ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാരുടെ ക്രാഫ്റ്റ്മാൻഷിപ്പ് തെളിയിക്കാനുള്ള സമയമാണ് അതൊക്കെ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഈ തൃക്കാരപ്പനെ വെക്കാൻ കൊണ്ടുവരുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതായത് ശൂലം, അതിനൊക്കെ അവകാശപ്പെട്ട ആൾക്കാർ മാത്രമേ അത് കൊണ്ടുവരാൻ പാടുള്ളൂ. ശൂലം കൊണ്ടുവരണം, പിന്നെ ഈ തൃക്കാരപ്പനെ ഇടിക്കാൻ മോതിരം കൊണ്ടുവരണം. ഇതിനൊക്കെ നമ്മൾ കുട്ടിക്കാലത്ത് ഒരുപാട് കാത്തു നിന്നുണ്ട് ശരിക്കും. അതിനൊക്കെ അത് നമുക്ക് അത്രയും എന്താ പറയുക, വികാരമുള്ള ഒരേ കാര്യങ്ങളാണ്. ആ മോതിരം കിട്ടിയ, ഇന്നിപ്പോൾ നമ്മൾ ഒരു പവൻ്റെ മോതിരം ഇടുന്നേക്കാളും വലുതായിരുന്നു നമുക്ക് അന്ന് ആ മോതിരമൊക്കെ കയ്യിലിടുക എന്ന് പറയണത്. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു കാലമാണ് ഓണം. ഇന്നും ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ അതേമാതിരി തന്നെ നമ്മുടെ വീട്ടിലും നമ്മളത് ആഘോഷിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത അല്ലേ. വളരെ നന്ദി ഷീജ. ഇനി മറ്റൊരു വ്യക്തി നമ്മുടെ കൂടെ ഉള്ളത് എൻജിനീയറാണ്. അദ്ദേഹം ഒരു ഗായകനാണ്. അദ്ദേഹത്തിന് ചില പ്രത്യേക സമ്പ്രദായങ്ങൾ, ഓണത്തിനോട് അനുബന്ധിച്ചുള്ള ചില ആചാരങ്ങളെക്കുറിച്ച് പറയാനറിയാം. നമുക്കത് കേൾക്കാം എന്താണെന്നുള്ളത്. എല്ലാവർക്കും ഓണാശംസകൾ. ഓണത്തിന് അത്തച്ചമയത്തിന് വളരെ പ്രസിദ്ധി ആർജിച്ച തൃപ്പൂണിത്തുറയോട് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ഞാൻ ജനിച്ചത്. എൻ്റെ കുട്ടിക്കാലവും ഓണക്കാലമൊക്കെ അവിടെ ചിലവാക്കിയ ഓർമ്മകളാണ് എനിക്ക് ഉള്ളത്. ഇവിടെ ജീജ പറഞ്ഞ പോലെ തൃക്കാക്കരയപ്പനെ വെക്കലും, അവിടെ അന്ന് നമ്മൾ വീട്ടിലൊരു ആൺകുട്ടിയായിരിക്കണം ഈ തൃക്കാക്കരയപ്പനെ വെക്കേണ്ടത്. അപ്പോൾ എന്നെ കുട്ടിക്കാലത്ത് വിളിച്ചെനിപ്പിച്ച് മുണ്ടൊക്കെ ഉടുപ്പിച്ച് ഈ തൃക്കാക്കരപ്പനെ വെക്കുക. അപ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് അതിലൊരു അമ്പും വില്ലും വെക്കും. അപ്പോൾ അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞാലേ അത് കിട്ടുള്ളൂ. പിന്നെ പറഞ്ഞ തുമ്പക്കുടവും ഈ അടയ്ക്കാമരത്തിൻ്റെ പൂക്കുലയൊക്കെ അതിൻ്റെ മുകളിൽ വെക്കും. ഒരു തൃക്കാക്കരപ്പനെ നമ്മൾ പടിക്കൽ കൊണ്ടേ വെക്കും. അവിടെ നിന്നിട്ട് എതിരേറ്റിട്ട് കൊണ്ടുവരണം. അതുപോലെ പ്രകാശ് പറഞ്ഞ പോലെ കുമ്മാട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഭാഗങ്ങളിൽ അന്ന് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു കർക്കിടക മാസത്തിലാണ് ഡാവേലി വായന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയുണ്ട്. ഏതൊരു ദേശത്തു നിന്നുള്ള ആൾക്കാർ വന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് ഒരു ചാർട്ട് വെച്ച് ഒരു വടി വെച്ച് ഇങ്ങനെ തൊട്ട് അവരൊരു കഥ പറയണ പോലെ, കൂടുതലും പുരാണങ്ങളിലെ കഥകളൊക്കെ ആയിരിക്കാം, പക്ഷെ കുറേ പടങ്ങളുണ്ടാവും. കുട്ടികൾ, വഞ്ചി, പുഴ, കുറേ ഭഗവാന്മാരുടെ പടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചൊരു കഥയൊക്കെ പറയും. ആ പ്രായത്തിൽ കഥ മനസ്സിലായില്ലെങ്കിലും ആരെങ്കിലും പറഞ്ഞു തരും എന്താ ഉള്ളത്. അങ്ങനത്തെ സംഗതികളൊന്നും ഇപ്പോൾ ഇവൻ നമ്മുടെ ടി വികളിൽ പോലും അതൊന്നും ആരും അവതരിപ്പിച്ച് കാണുന്നില്ല. അതേപോലെ ഒരു വൈരാവികൾ എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അവരും വന്ന് ഡാൻസ് കളിക്കും, വീട്ടിൽ വന്ന് ദക്ഷിണ മേടിച്ച് മുണ്ട് മേടിച്ചിട്ടൊക്കെ പോവും. ഇതൊക്കെയാണ് ആ ഭാഗത്ത് നമ്മുടെ ഓണം ഓർമ്മകളിൽ ഇപ്പോഴും നിൽക്കുന്നത്. വളരെ നന്ദി. നമുക്ക് യുവതലമുറയ്ക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇവിടെ
പലരും പറഞ്ഞു കേട്ടു. ഇനി വളരെ യുവതലമുറയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എന്താണ് കൃഷ്ണപ്രിയയ്ക്ക് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ചെന്നൈയിൽ മരുമകളായിട്ട് വന്നിട്ട് ഏകദേശം 10 വർഷമായിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് എൻ്റെ ഓണാഘോഷം ഇപ്പോൾ ചെന്നൈയിലാണ്. പക്ഷേ കുട്ടിക്കാലത്തെ നാട്ടിലെ ഓണത്തിനെ പറ്റി പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അത്തം മുതൽ ഉത്രാടം വരെ അമ്മൂമ്മയുടെ വീട്ടിലും തിരുവോണം അച്ഛമ്മയുടെ വീട്ടിലുമായിരിക്കും. അപ്പോൾ ഈ അത്തം മുതൽ 10 ദിവസം മുടങ്ങാതെ ഞാനും അനിയത്തിയും കൂടെ മുറ്റത്ത് പൂക്കളം ഇടുമായിരുന്നു. അതും കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പൂവൊന്നുമല്ല, തൊടിയിലെയും അപ്പുറത്തെ വീട്ടിലെയൊക്കെ പൂ വാങ്ങി കൂട്ടി ചെറിയ ചെറിയ പൂക്കളങ്ങൾ ഇടുമായിരുന്നു. പിന്നെ മറ്റൊരു ഓർമ്മ എന്ന് പറയാനാണെങ്കിൽ എൻ്റെ മുത്തശ്ശൻ ഓണസമയത്ത് പിറകിലെ പ്ലാവിൽ ഞങ്ങൾക്ക് 2 പേർക്കും ആടാൻ ഊഞ്ഞാൽ കെട്ടിത്തരുമായിരുന്നു. പിന്നെ ഉത്രാടത്തിന് അമ്മൂമ്മ വീട്ടിൽ സദ്യ ഒരുക്കും. അപ്പോൾ ഞങ്ങൾ ടി വിയിൽ ഓണപ്പരിപാടിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പതുക്കെ ഒരു മണം വരും. അതെന്താണെന്ന് വെച്ചാൽ പരിപ്പ് കൂട്ടാനുണ്ടാക്കാനായിട്ട് അമ്മൂമ്മ ഒലക്കയും ഉരലും വെച്ചിട്ട് ചെറുപയറിടിക്കണതിൻ്റെ ഒരു മണം. ഇപ്പോൾ ഉരലും ഇല്ല ഒലക്കയും ഇല്ല വീട്ടിൽ, പക്ഷേ ആ സമയത്ത് വളരെ കുട്ടിയായിരുന്നപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അതിന് തിരുവോണം അച്ഛമ്മയുടെ വീട്ടിൽ അത് അതിരാവിലെ തുടങ്ങും. ഓണം കൊള്ളലും ഓണത്തപ്പനെ വരവേൽക്കലും ഒക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ ആർപ്പോയി ഇറ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടും പറയിപ്പിക്കും. അങ്ങനെ ഓണത്തപ്പനെ ഞങ്ങൾ വരവേൽക്കും, ഓണസദ്യ കഴിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ കാത്തിരിക്കുന്ന ഒരു കാര്യം ഓണപ്പുടവ, ഓണക്കോടി കിട്ടും ഞങ്ങൾക്ക്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാസത്തിൽ ഒരു 2-3 തുണിയൊക്കെ തന്നെത്താനെ ഓൺലൈനിലൊക്കെ ഓർഡർ ചെയ്ത് വാങ്ങിക്കും. പക്ഷേ അപ്പോൾ ചെറുപ്പകാലത്തിൽ ഞങ്ങൾ ഓണക്കോടി എന്ന് പറയണത് ആ വർഷത്തെ ഒരു ഹൈലൈറ്റ് തന്നെയായിരുന്നു. ഇപ്പോൾ തിരിച്ച് ചെന്നൈയിൽ വന്നു, വലുതായി. പക്ഷേ ഓണത്തിന് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും ഞങ്ങളുടെ ഇവിടുത്തെ അമ്മൂമ്മയുടെ കൂടെ ഞങ്ങൾ കാര്യമായിട്ട് തന്നെ ഓണം ആഘോഷിക്കുന്നു. എല്ലാവരും ഒരുമിച്ച് സദ്യ കഴിക്കുന്നു, ഓണക്കോടി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നു. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ചെന്നൈയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രവാസി സംഘടനകൾ, മലയാളി സംഘടനകളുടെ കൂടെ പല പല രീതിയിൽ ഞങ്ങൾ ഓണാഘോഷിക്കാറുണ്ട്. ഓണപ്പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്, കൈകൊട്ടിക്കളിയായിട്ടും ഓണപ്പാട്ടുകളായിട്ടും ഓണച്ചന്ത, ഓണസദ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊരു വലിയ പ്രത്യേകതയാണ്. എല്ലാവരും കൂടെ ഒരു കൂട്ടായ്മയായിട്ട് ഭാഷയും സംസ്കാരവും ഒത്തുചേർന്ന് പങ്കെടുത്ത് ഒരു കൂട്ടായ്മയായിട്ട് അതെല്ലാം ഞങ്ങൾ മാക്സിമം പങ്കെടുക്കാറുമുണ്ട്. അത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്നുണ്ട്. വളരെ നന്ദി കൃഷ്ണപ്രിയ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്കിനി NV കൃഷ്ണവാര്യരുടെ ഒരു കവിതയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഓർമ്മ വരുന്നത്. NV കൃഷ്ണവാര്യരുടെ അതിമനോഹരമായിട്ട് ഏതാനും വരികൾ ഇപ്പോൾ സുനിലും കൃഷ്ണപ്രിയയും ആലപിക്കും. നമുക്ക് കേൾക്കാം അതിനെക്കുറിച്ച്. ഒരു ചെടിയും നട്ടു വളർത്തിയിലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിലോണച്ചോരങ്ങനെയുണ്ണാൻ. ഒരു ചെടിയും നട്ടു വളർത്തിയിലോണപ്പൂവെങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ചിലോണച്ചോരങ്ങനെയുണ്ണാൻ. ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴമെങ്ങനെ തിന്നാൻ, ഒരു കരിനൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ. ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴമെങ്ങനെ തിന്നാൻ, ഒരു കരിനൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെ അണിയാൻ. ഒരു രാഗം മൂളിപ്പഴകി ലോണപ്പാട്ടെങ്ങനെ പാടാൻ, ഒരു കരളിൻ സ്നേഹം പാകി ലോണക്കളി എന്തു കളിക്കാൻ. ഒരു രാഗം മൂളിപ്പഴകി ലോണപ്പാട്ടെങ്ങനെ പാടാൻ, ഒരു കരളിൻ സ്നേഹം പാകി ലോണക്കളി എന്തു കളിക്കാൻ. ലോകത്തെമ്പാടുമുള്ള മലയാളികൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവിധ സുഖങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ, ഈ ഒരു സല്ലാപം ഇവിടെ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.